ചാമ്പ്യൻസ് ട്രോഫി 2025 ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന പ്രധാന ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ചാമ്പ്യൻസ് ട്രോഫി. ICC നടത്തിവരുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളാണ് 50 ഓവർ വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, പിന്നെ ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫി 2025 അവസാനമായി നടന്ന ICCയുടെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 2025 ICC ടൂർണമെൻറ്റിൻ്റെ വേദിയായി വന്നത് പാകിസ്ഥാനായിരുന്നു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു ടൂർണമെൻറ്റ് കളിക്കാത്തതിനെ തുടർന്ന് ഇന്ത്യയുടെ മാച്ചുകൾ നിഷ്പക്ഷ വേദിയായ ദുബായിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലാൻഡുമായിരുന്നു മത്സരാർത്ഥികളായി വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വിജയികളായത് ഇന്ത്യയായിരുന്നു, രണ്ടാം സ്ഥാനം ന്യൂസിലാൻഡിനായിരുന്നു. ഈ ഫൈനലിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കോച്ചായിരുന്നത് ഗൗതം ഗംഭീർ ആയിരുന്നു. ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായി വന്നതിന് ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC ട്രോഫിയായിരുന്നു 2025 ചാമ്പ്യൻസ് ട്രോഫി. അതുപോലെ തന്നെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിക്കൊണ്ട് നേടുന്ന രണ്ടാമത്തെ ICC ട്രോഫിയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി. അതുപോലെ തന്നെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിക്കൊണ്ട് നേടുന്ന രണ്ടാമത്തെ ICC ട്രോഫിയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി. രോഹിത് ശർമ്മ ക്യാപ്റ്റനായിക്കൊണ്ട് നേടുന്ന ആദ്യത്തെ ട്രോഫി 2020 വേൾഡ് കപ്പ് ട്രോഫി ആയിരുന്നു 2024. 2025 ചാമ്പ്യൻസ് ട്രോഫിയെക്കുറിച്ച് കൂടുതലായി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്, അതായത് ഈ ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ന്യൂസിലാൻഡിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനും സ്പിൻ ബൗളറുമായ രച്ചിൻ രവീന്ദ്രയാണ്. അദ്ദേഹമാണ് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായത്. അതുപോലെ തന്നെ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലാൻഡിൻ്റെ തന്നെ മാറ്റ് ഹെൻറി ആയിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടുതലും മോസ്റ്റ് സക്സസ്ഫുൾ ടീമായത് ഇന്ത്യയായിരുന്നു. അതായത് ഇന്ത്യ 3 തവണ ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട്. അതിൽ 2002 ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ജേതാക്കളായിരുന്നു. അന്ന് ഫൈനൽ നടക്കാതെ പോയതിനാൽ രണ്ടുപേരും തുല്യ ജേതാക്കളായി ട്രോഫി പങ്കിടുകയായിരുന്നു. പിന്നീട് 2013 ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിൽ വച്ച് വീണ്ടും ചാമ്പ്യന്മാരായി. ഇപ്പോൾ 2025 മൂന്നാം തവണ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ദുബായിൽ വെച്ച് വീണ്ടും കിരീടം ചൂടിയിരിക്കുകയാണ്. അടുത്ത ചാമ്പ്യൻസ് ട്രോഫി 4 വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുക. അതിൻ്റെ വെന്യൂ വരുന്നത് ഇന്ത്യയാണ് 2029. താങ്ക് യു.